ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവിനെ മനുഷ്യർക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം, അതിനകത്ത് 5 വിധ ശുശ്രൂഷകന്മാരെ ദൈവം ആക്കിയതിൻ്റെ ഉദ്ദേശം, വിവിധ തരത്തിലെ കൃപാവരങ്ങൾ അവരിലൂടെ വെളിപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സംഘടനയെ പിടിച്ചു നിർത്താനല്ല, മറിച്ച് മനുഷ്യനെ വിശേഷതയുള്ളവനാക്കാനാണ്. സ്തോത്രം. അത്ര വലിയ കാര്യപരിപാടി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് അറിയാതെ പോയി എന്ന് വരരുത്. സ്തോത്രം. ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായാലും, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങൾക്കെതിരെ നിന്നാലും, ദൈവം ഒരുവനെ വിശേഷതയുള്ളവനാക്കാൻ നിശ്ചയിച്ചാൽ, സ്തോത്രം, അവനെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയേല. സ്തോത്രം. വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം അതാണ്. വിശുദ്ധ ബൈബിളിന്റെ ഉള്ളടക്കം നരകമല്ല, കത്തുന്ന തീപ്പൊയ്കയല്ല. അത് അറ്റ കൈക്ക് ദൈവത്തിന് ചെയ്യേണ്ടി വന്നാ ചെയ്യുന്നുള്ളൂ. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പരിപാടി തകർന്നു പോയവനെ വിശേഷതയുള്ളതാക്കി മാറ്റാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ഒരേ ഒരു ദൈവം, അത് ശ്രീ യേശു മാത്രമാണ്. ഇന്ന് രാത്രി യേശു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. അത് ഏത് മനുഷ്യനാണെങ്കിലും യേശുവേ എന്ന് വിളിച്ച മുഖത്തേക്ക് നോക്കിയാൽ അവനെ വിശേഷതയുള്ളവനാക്കാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവപുത്രനാണ് യേശു. ഇന്ന് രാത്രി നിനക്ക് വഴി പറഞ്ഞു തരികയാണ്. യേശുവിനെ ഉറക്കെ വിളിക്ക്, സ്വർഗം അത് ചെയ്യാതിരിക്കില്ല. ഹല്ലേലൂയ. പറഞ്ഞു വന്നത്, പൗലോസ് എഴുതി, മനുഷ്യർക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോ? അശേഷമില്ല. സ്തോത്രം. എന്ന് പറഞ്ഞ് താടി കൈയും കൊടുത്ത് തമ്മിൽ തമ്മിൽ പറഞ്ഞ് നിരാശപ്പെട്ട് പുസ്തകമടയ്ക്കുന്നൊരു പാർട്ടിയല്ല സുവിശേഷവും സുവിശേഷത്തിൻ്റെ ആളുകളും. അതിൻ്റെ പരിഹാരം ദൈവമായ കർത്താവ് എഴുതിയിട്ടുണ്ട്. 2 കാര്യങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം, അധികം ദീർഘിപ്പിക്കാതെ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇന്ന് രാത്രിയിലെ എൻ്റെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഞാൻ ഇനി എത്ര മണിവരെ പ്രസംഗിച്ചാലും എത്ര പോയിന്റുകൾ പറഞ്ഞാലും ഈ രാത്രിയിലെ സന്ദേശത്തിന് ദൈവത്തിന് ഒന്നേ ഉദ്ദേശമുള്ളൂ. ഇതിനകത്ത് ആരെങ്കിലും നെഞ്ചു തിരുമ്മി കരയുന്നുണ്ടെങ്കിൽ, നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ നാട്ടിൽ നിന്നെ വിശേഷതയുള്ളവനാക്കി മാറ്റും. സ്തോത്രം. എന്ത് ചെയ്താലും വിജയിക്കത്തില്ല എന്നൊരു നിരാശ ഇന്ന് രാത്രി ദൈവം പറിച്ചു മാറ്റും. സ്തോത്രം. അതിൻ്റെ ഗതികേട് നിന്റെ പുറകിൽ കിടക്കുന്നതാണെങ്കിൽ കർത്താവ് അത് വലിച്ചു മാറ്റും. നിന്നെ ദൈവമായ കർത്താവ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ട് ഏറ്റെടുത്താൽ, നിങ്ങളുടെ മക്കൾക്കൊരാൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് നാളായി കരയുന്നെങ്കിൽ അവൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വർഗം വിശേഷതയുള്ളവനാക്കി നിന്റെ കയ്യിൽ തരാൻ ഇന്ന് രാത്രി ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ അക്കമഴിഞ്ഞ് വിശ്വസിക്കുക. എന്താണ് മനുഷ്യന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു നീണ്ട വിശദീകരണം താഴേക്ക് 10, 11, 12 വാക്യങ്ങൾക്കകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു പാരഗ്രാഫ് മുഴുവൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വായിക്കുക. ഒരു കാര്യം അതിനകത്തുനിന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് വരാം. അതിന്റെ 10, 11, 12 പാസ്റ്റർ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. വാക്ക് കേട്ടോ? ദൈവം പറയുന്നു, എങ്ങനെയാണ് മനുഷ്യൻ വിശേഷതയില്ലാത്തവനായത്? 100 കൂട്ടം കാര്യങ്ങൾ. ചിലരെ കുറിച്ച് നമ്മൾ പറയും കള്ളു കുടിച്ച് മുഴുവൻ നശിപ്പിച്ചു. ചിലരെ കുറിച്ച് പറയും ജീവിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ചിലരെ കുറിച്ച് പറയും അഹങ്കാരമായിരുന്നു. ചിലരെ കുറിച്ച് പറയും പെട്ടെന്ന് പണക്കാരനാകാൻ നോക്കിയതാണ്. എന്ന് വേണ്ട, നമ്മൾ ആളുകളെ വിധിക്കാൻ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം പൊതുവിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേൾക്കുക. അവിടെ പറഞ്ഞു വരുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ്റെ വിശേഷത നഷ്ടപ്പെട്ടു എന്ന കാര്യം പറഞ്ഞു വരുമ്പോൾ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. കൊള്ളരുതാത്തവർ എന്നൊരു വാക്ക് കേട്ടോ? വേദപുസ്തകത്തിൽ പല ഭാഗത്ത് ഈ വാക്കെഴുതിയ പൗലോസ് അത് എഴുതിയിട്ടുണ്ട്. ഒരു വാക്ക് ഞാൻ പറയാം ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സ്തോത്രം. പൗലോസ് അത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? പ്രസംഗിച്ചിട്ട് പോയിട്ട് സ്തോത്രം കള്ളടിക്കുമെന്നാണ് എൻ്റെ അർത്ഥം.
അല്ല. സ്തോത്ര, വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. കൊള്ളരുതാത്തവൻ എന്ന് മലയാളത്തിൽ പരിവർത്തനം വന്നു, പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനാണ്, അൺപ്രോഫിറ്റബിൾ. സ്തോത്രം, ആ വാക്ക് കുറച്ചുകൂടെ യോജിക്കുമായിരിക്കും. അൺപ്രോഫിറ്റബിൾ, കൊള്ളരുതാത്തവൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിലാണ് നിങ്ങൾ വായിക്കുന്ന കൊടുക്കുന്ന വാക്ക് ഇതാണ്, അൺപ്രോഫിറ്റബിൾ എന്ന് പറയുമ്പോൾ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തരും. വേദപുസ്തകം വെറുതെ ബാലരമ വായിക്കുന്ന പോലെ വായിച്ചു വിട്ടാൽ നമുക്കങ്ങനെ ചിന്ത വരികയല്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശമാണ്. എന്നെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. വേദപുസ്തകം വായിക്കുമ്പോൾ നാളെ മുതൽ സ്തോത്രം ഒരു മതഗ്രന്ഥം കാണുന്നത് പോലല്ല, സാധാരണ വായിക്കുന്നത് പോലെ ഒരധ്യായം വായിച്ചിട്ട് പോയില്ലെങ്കിൽ വണ്ടി പഞ്ചറാവുമെന്ന് ഓർത്ത് പേടിച്ചിട്ടുമല്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിനകത്ത് വായിക്കുമ്പോൾ ഒരു വാക്കിങ്ങനെയുണ്ട്, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നാളെ മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതാണ്. അബ്രഹാമിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്, സാറയെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അല്ല, ഇതിനകത്ത് എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് അന്വേഷിച്ചുകൊണ്ട് വായിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് എഴുതിയത് കാണിച്ചു തരും. അതൊക്കെ ഒരു അനുഭവമാണ്. 1000 ക്ലാസ്സിൽ പങ്കെടുത്താലും ഞങ്ങളെപ്പോലെ സ്തോത്രം പാസ്റ്റർ അനീഷ് ചെങ്ങന്നൂരിനെ പോലെയോ അല്ലെങ്കിൽ പ്രഭാഷകരെ പോലെയോ 100 പേരെ നിരത്തി 101 ദിവസം യോഗം വെച്ചാലും അതിന് മുമ്പിൽ നിന്ന് കേട്ടാലും നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അന്വേഷിച്ച് നിങ്ങളുടെ തിരുവെടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്നത് പോലത്തെ ഒരു ഇൻറ്റിമസി ഒരുപക്ഷെ ഇതുപോലെ മയക്ക് വെച്ച് കെട്ടിറിഞ്ഞ കേട്ടാൽ ഒക്കെയല്ല. വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ദൈവം നിങ്ങളെക്കുറിച്ച് എഴുതിയത് മനസ്സിലാക്കി തരും. ഇന്ന് രാത്രി ഞാൻ ഈ നാട്ടുകാരോട് സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ബൈബിൾ ഈ മിനിസ്ട്രി സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരുടെ പണവും സമയമെല്ലാം. സ്തോത്രം, നിർബന്ധമായും ഒരു സ്നേഹിതനെ പോലെ പറയുന്നു, ഒരു പുതിയ നിയമത്തിൻ്റെ കോപ്പിയെങ്കിലും അതൊരു മതഗ്രന്ഥമായിട്ടല്ല, ക്രിസ്ത്യാനികളുടെ ആണെന്നോ മറ്റുള്ളവർ ചിന്തിച്ചുകൊണ്ടല്ല, വായിക്കാൻ വേണ്ടി സത്യാന്വേഷണ മനസ്സോടെ കയ്യിൽ വെച്ച് പതുക്കെ വായിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പ് തരാം, ഒരു മാസം തികച്ച് വായിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളാരാന്ന് ആ പുസ്തകം നിങ്ങളോട് പറയും. അത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഇതുപോലെ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ ബേർഷേബ മിനിസ്ട്രി ഇവിടെ ഒരു കൺവെൻഷൻ വെക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും അതിന് മുമ്പിൽ നിൽക്കാൻ സാധ്യത. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ സ്തോത്രം, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊള്ളരുതാത്തവനാകുക എന്ന് പറയുമ്പോൾ ആ വാക്കിനകത്ത് അതിൻ്റെ ഇംഗ്ലീഷ് ടെർമിനോളജി അൺപ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം ലാഭമില്ലാതെയായിപ്പോയി. അപ്പൊ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, ആർക്ക് ലാഭം? ആർക്ക് ലാഭം? നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചിന്ത നമുക്ക് തന്നെ ലാഭം. അവനവൻ്റെ ലാഭത്തിന് വേണ്ടി ജീവിച്ചിരിക്കുക, മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണെങ്കിലും അവൻ്റെ സ്തോത്രം നുറുക്കിയിട്ടാണെങ്കിലും അവനവന് ലാഭമുണ്ടാക്കുക എന്നൊരു രീതിയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്നെ തുറിച്ചു നോക്കിയാലും ഞാൻ പറയുന്നു, സ്തോത്രം, സ്വന്തം രക്തബന്ധങ്ങൾ പോലും അവനവൻ്റെ ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ ആർക്ക് ലാഭം എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ദാവീദ് രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, സങ്കീർത്തനം 30-ലാണ്. ആ വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ നിനക്കെന്ത് ലാഭം? ആ ചോദ്യത്തിൽ നിന്നൊരു ഉപചോദ്യങ്ങൾ വീണ്ടും കൊണ്ടുവരാം. അതിനർത്ഥം എന്താ? ആ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ അദ്ദേഹം അവകാശപ്പെടുന്നു ദൈവത്തിന് എന്തോ ലാഭമുണ്ടെന്നല്ലേ? സ്തോത്രം. അപ്പോഴും നിങ്ങളുടെ സംശയം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ അതിനിങ്ങനെ പറയാം, നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ലാഭമുണ്ടെന്ന് തോന്നിയാൽ നിന്നെ തകർക്കാൻ നോക്കുന്ന ഏത് ശക്തിയെയും ദൈവം നുള്ളി മാറ്റും. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം നിങ്ങൾ ശാന്തമായി കേൾക്കണം. ജീവിതം ഒരു പരാജയമാണ്, നഷ്ടമാണ്. നമ്മുടെ നാടൻ മലയാളിയുടെ ഭാഷ പറഞ്ഞ ഭൂമിക്ക് ഭാരമാണ്. ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ജനിപ്പിച്ച അപ്പം പോലും മക്കളോട് ചോദിക്കും, സ്തോത്രം, നീ എന്തിന് ജീവിച്ചിരിക്കുന്നു, ഭൂമിക്ക് ഭാരമായി എന്ന് ചോദിക്കത്തക്ക രീതിയിൽ പണ്ട് ഇയ്യോബിനോട് ഭാര്യ ചോദിച്ചതുപോലെ, സ്തോത്രം, ദൈവഭക്തി തള്ളിക്കളഞ്ഞിട്ട് പോയി ചത്തുകൂടെ, ആർക്ക് ലാഭമുണ്ട് നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ നിസ്സഹായനായിരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ 2ാം ഭാഗം പറയാം. നീ ഒരു ലാഭമല്ല എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ പദ്ധതി നിനക്ക് മാത്രമല്ല നിന്നെ ഒരു ലാഭമാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് രാത്രി കഴിയും.
ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കുന്ന കാര്യമല്ല, സ്വത്ര കച്ചവടത്തിന് ലാഭം വരുന്ന കാര്യമല്ല. എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഞാൻ ആർക്കും ഒരു ശത്രുവാകാനല്ല, ആർക്കും ഒരു നഷ്ടമാകാനല്ല, ഒരു ജീവിതമേ ഉള്ളൂ, ഇത് പലർക്ക് ലാഭമാകാൻ സ്വത്ര ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ചു തരികയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ദൈവാത്മാവിൽ പറയാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങൾ ചിലരോട് പറയുന്നു, നിന്റെ ശുശ്രൂഷ ഒരു ലാഭമാകാൻ പോകുകയാണ്, നിന്റെ പ്രാർത്ഥന ഒരു ലാഭമാകാൻ പോകുകയാണ്, നിന്റെ ജീവിതം ഒരു ലാഭമാകാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം നഷ്ടങ്ങളുടെ കഥ ഈ രാത്രി അവസാനിപ്പിച്ചിട്ട് ജീവിച്ചിരിക്കുന്നത് ലാഭമെന്നാൽ പരിശുദ്ധാത്മാവ് രാത്രി ആരോടൊക്കെ ഇടപെടുകയാണ്. അതുകൊണ്ട് സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ലാഭമായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തോട് പറ്റി നിന്നോ, വെറുതെ ജീവിച്ച് തീരുകയല്ല, യേശു നിന്നെ ഒരു ലാഭമാക്കി മാറ്റും. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളെല്ലാം അടർത്തിയെടുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു? ആ ചോദ്യമാണ് മനുഷ്യന് സ്വത്രം ബൈബിളിനോട് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിനോട് ചോദിക്കാനുള്ള ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടിയെ പറയുന്നത്, ആദ്യം പറഞ്ഞത് മനുഷ്യൻ്റെ വിശേഷത മുഴുവൻ നശിച്ചപ്പോൾ പഴയ നിയമകാലത്ത് മതങ്ങളും യഹൂദ മതവും കൂടി അർപ്പിച്ച യാഗങ്ങൾക്കും കർമ്മങ്ങൾക്കൊന്നും മനുഷ്യനെ വിശേഷതയുള്ളവനാക്കാൻ കഴിഞ്ഞില്ല. വിശേഷതയുള്ളവനാക്കാൻ കഴിയാതെ പോയപ്പോൾ തിരുവെടുത്ത് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം നിമിത്തം മനുഷ്യൻ സൽഗുണപൂർണനായി മാറിയെന്ന്. സ്തോത്രം. ആ വാക്കൊക്കെ വിശദീകരിക്കേണ്ടതാണ്, വ്യാഖ്യാനിക്കേണ്ടതാണ്. എബ്രായ ലേഖനത്തിനകത്താണ് ആ വാക്ക് കിടക്കുന്നത്. പഴയ നിയമകാലത്ത് അർപ്പിച്ചു പോകുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾക്കൊന്നും മനുഷ്യനെ സ്തോത്രം സൽഗുണപൂർണ്ണത വരുത്താൻ കഴിഞ്ഞില്ല. വേണമെങ്കിൽ ഒന്ന് വായിച്ചറിയ വാക്ക് ഞാൻ സ്തോത്രം എഴുതി കൊടുത്തിരിക്കുന്ന വാക്യങ്ങളൊക്കെ വേറെയാണ്. പക്ഷേ ഈ സന്ദേശം പറഞ്ഞു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ചില പോക്കറ്റ് വഴി കയറുന്നത് പോലെ ചിലരോടുള്ള ദൈവത്തിൻ്റെ ദൂത് ആത്മാവിൽ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. സ്തോത്രം 10-ാം അധ്യായം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. നോക്കിയോട്ടെ, 10:1 എഴുതി, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? യഹൂദ മതം നടത്തിക്കൊണ്ടിരുന്ന യാഗങ്ങളും കർമ്മങ്ങളും വഴിപാടുകളും ആണ്ടോടാണ്ട് കൂടുമ്പോൾ നോമ്പ് നോറ്റും സ്വത്രം വല്ലാത്ത നിലവാരത്തിലൊക്കെ വ്രതമെടുത്തും അവർ ചെയ്തു പോന്ന യാഗങ്ങൾ ആണ്ടോടാണ്ട് കൂടുമ്പോൾ കൃത്യമായി ചെയ്തിട്ടു അടുത്തു വരുന്നവർ, അഥവാ ദൈവത്തോട് അടുത്തു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാർക്കും അന്ന് അറുക്കപ്പെട്ട ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെ രക്തം കൊണ്ടോ അവര് കഴിച്ച വഴിപാട് കൊണ്ടോ മനുഷ്യരെ ആരെയും സൽഗുണപൂർത്തി വരുത്താൻ കഴിവുള്ളതല്ല. ഇനി പാസ്റ്ററിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു നോക്കണം. 14-ാം വാക്യം ഏകയാഗത്താൽ എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, എന്ന് പറഞ്ഞാൽ ഏതാ? കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിന്റെ ഭൂമിയുടെ മധ്യത്തിൽ, ഭൂമിയുടെ മധ്യഭാഗത്ത്, മധ്യധരണി കടലിന്റെ തീരത്ത്, തലയോടിന്റെ ആകൃതിയിലുള്ള ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ ലോകത്തിലെ പ്രധാനമായ കോടതികളിൽ വിസ്തരിച്ചിട്ട് കുറ്റം തെളിയിക്കാൻ കഴിയാതെ ജഡ്ജി വിധി പറയാതെ ഇറങ്ങിപ്പോയ കേസാണ് എന്റെ യേശുവിന്റെ വിസ്താര കേസ്. സ്തോത്രം. അന്നത്തെ പ്രധാനിയും പ്രബലനുമായിരുന്ന സ്തോത്രം ജഡ്ജിയായിരുന്നു പീലാത്തോസ്. യേശുക്രിസ്തുവിനെ മാറിയും മറിച്ചും വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ലെന്ന് പീലാത്തോസ് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നിട്ടും യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ രംഗം സുവിശേഷങ്ങളിൽ വായിച്ചാൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. പീലാത്തോസ് യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നീ വാ തുറന്ന് എന്തെങ്കിലും പറ. നീ പറഞ്ഞാൽ സ്തോത്രം നിന്നെ വിട്ടയക്കാനുള്ള അധികാരം എനിക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ചിന്തിക്കുന്നവർ ചിന്തിച്ചേ, ലോകത്തിലേതെങ്കിലും കോടതിയിൽ പ്രതി വിസ്തരിക്കപ്പെടുമ്പോൾ പ്രതിയുടെ അടുക്കിലേക്ക് ജഡ്ജി ഇറങ്ങി വന്നിട്ട്
നീ വാ തുറന്ന് എന്തെങ്കിലും പറ, നിന്നെ ഞാൻ ഊരി വിടാം എന്ന് പറഞ്ഞൊരു കേസ് ഏതെങ്കിലും കോടതി നടക്കും? നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ജഡ്ജിയായിരുന്ന പീലാത്തോസ് ചോദിച്ചു, നീ പറ, വാ തുറക്ക. യേശു അതിന് മറുപടി പറഞ്ഞത്, സാറേ, എങ്ങനെയെങ്കിലും ഊരിവിടാനല്ല. മോളിൽ നിന്നൊരു അധികാരമില്ലാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയേല. ഞാൻ ഇന്ന് രാത്രി അവിശ്വസിക്കുന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക് പറയാം. ജഡ്ജി വന്ന് വേണമെങ്കിൽ നിന്നെ ഊരി വിടാമെന്ന് ചെവി പറഞ്ഞിട്ടും അങ്ങനെ ഒരു മോചനം വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെയും പാപമോചനത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ് യേശുക്രിസ്തു. ആ കർത്താവിനെ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ യേശുവിനെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ സ്തോത്രം, മനസ്സ് തുറന്ന് നന്ദിയോടെ സ്തുതിച്ചോളണം. യേശുവിനെ അബദ്ധത്തിൽ ക്രൂശിച്ചതല്ല, സ്തോത്ര ആളുകൾ പിടിച്ചു തല്ലിക്കൊന്നതല്ല, ക്രൂശ കയറ്റിയതല്ല. യേശുക്രിസ്തു മരണം വരിച്ചതാണ്, തന്നെത്താൻ ഏൽപ്പിച്ചതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് യേശുക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെ മധ്യത്തിൽ ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി മരിച്ചു. അതിന് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ വിളിച്ച പേരാണ് ഏകയാഗത്താൽ. അങ്ങനെയല്ലേ പാസ് വായിച്ചത്? വായിച്ചു ബാക്കി. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് എഴുതി, സ്തോത്രം, മതങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങൾക്കും യാഗങ്ങൾക്കും മനുഷ്യനെ അഥവാ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തരെ സൽഗുണപൂർത്തി വരുത്തുവാൻ സ്തോത്ര കാലാന്ത കാലം മുതൽ നോക്കിയിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി മനുഷ്യനായി അവതരിച്ച യേശു തന്റെ നല്ല യൗവനത്തിൽ 33 വയസ്സിൽ ചങ്കി പിളർന്ന് ചോര ഒലിച്ച് സ്വന്തം തോളിൽ തലചായിച്ച് ദൈവക്രോധാഗ്നിയിൽ വെന്തൊടുങ്ങുമ്പോൾ ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് സദാ കാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പിടികിട്ടി? സൽഗുണപൂർത്തി എന്നൊരു വാക്ക് അവിടെ വന്നപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്താ സംഭവം എന്നറിയാമോ? സ്തോത്രം, സൽഗുണപൂർത്തി എന്ന വാക്കിന്റെ അർത്ഥം സർവ്വഗുണങ്ങളാലും നിറഞ്ഞു എന്ന് പെട്ടെന്ന് തോന്നുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വാക്കിന്റെ അർത്ഥം ഇതാണ്. ദൈവത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ യേശു ഒരിക്കൽ പറഞ്ഞു. 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലാണ് ഗിരിപ്രഭാഷണം. മത്തായി 5-ന്റെ അവസാനം വായിക്കണ്ട. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യേശുവിനെ പിൻപറ്റിയ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവം സൽഗുണപൂർണ്ണൻ, എല്ലാവിധ ഗുണം കൊണ്ട് നിറഞ്ഞവൻ. നിങ്ങളും അങ്ങനെ ആകാൻ പറഞ്ഞാൽ സ്തോത്രം, നമ്മൾ ചോദിക്കത്തില്ല, എൻ്റെ പാസ്റ്ററെ ആർക്കെങ്കിലും ആകാൻ പറ്റുമോ ദൈവത്തെ പോലെ സൽഗുണപൂർണ്ണൻ? ചോദിക്കത്തില്ലേ? ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയണം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ദൈവം എപ്പോഴും ഫങ്ഷനിലായിരിക്കുന്നത് പോലെ. അത്ര സിമ്പിളാത്. നിങ്ങളും ഫങ്ഷനിലായിരിപ്പീൻ. സ്തോത്രം. അപ്പം ഞങ്ങൾ ഫങ്ഷനിലല്ലേ എന്നൊരു ചോദ്യം പിന്നെയും ചോദിക്കും. ഇന്ന് മൊത്തം ചോദ്യം. സ്തോത്രം. ഇന്നും കൂടി 3 പ്ലേറ്റ് ബിരിയാണി അടിച്ചിട്ട് വന്നാൽ ഞാൻ എന്നിട്ട് ഫങ്ഷൻ അല്ലേ എന്നാണോ ചോദിക്കുന്നത്? നമ്മളെ 4 കോഴിയെ കഴിച്ചോ, സ്തോത്രം 2 വണ്ടി മേടിച്ചോ, അല്ലെങ്കിൽ സ്തോത്രം 4 ഏക്കർ സ്ഥലം മേടിച്ചോ, അതല്ല ദൈവം ഫങ്ഷനിലാണോ എന്ന് കണക്കാക്കുന്നത്. സ്തോത്രം, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ പോക്കറ്റിൽ കുത്തുന്ന പേന അത് 2 രൂപയുടെ ആണെങ്കിലും 2 ലക്ഷം രൂപയുടെ ആണെങ്കിലും സ്തോത്രം എഴുതിയാൽ തെളിയണം. അല്ലാതെ 2 ലക്ഷം രൂപയാണോ സ്വർണത്തിൻ്റെ ആണോ തലയെക്കെട്ടുള്ളതാണോ അതൊന്നും അല്ല വിഷയം. 2 രൂപയാണെങ്കിൽ എഴുതിയാൽ തെളിഞ്ഞാൽ ആ പേന ഫങ്ഷനിലാണ്. സ്തോത്രം. മിക്കവാറും പോക്കറ്റിൽ കുത്തിയിരിക്കുന്ന പല പേനയും എഴുതിയാൽ ചമ്മിപ്പോവും. സ്തോത്രം. ഇതുപോലെ പലപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ സംഭവമൊക്കെ പറയും, പക്ഷെ ഇത് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശത്തിലേക്ക് വരുമ്പോഴാണ് ഫങ്ഷനിലാകുന്നത്.
മനസ്സിലായോ? സ്തോത്രം. ഇന്ന് രാത്രി ഞാനീ പിടിച്ചിരിക്കുന്ന ഈ മൈക്കിൻ്റെ ഈ കേബിള്, മൈക്രോഫോണിൻ്റെ കേബിള് ഒന്നാം തരം കമ്പനിക്കാരുണ്ടാക്കുന്നതാണ്. ഇതിന് മീറ്ററിനൊക്കെ നല്ല വിലയാണ്, നല്ല കമ്പനിയുടെ ആണെങ്കിൽ. സ്തോത്രം. ഇതുണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം ഇതാണ്: എൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഈ മൈക്ക് ഉപയോഗിക്കുന്ന ആളുടെ ശബ്ദം ഈ സ്തോത്രം മൈക്രോഫോണിലൂടെ കയറ്റി അതിനെ വൈദ്യുതി തരംഗങ്ങളാക്കി ആംപ്ലിഫയറിലോ മിക്സറിലോ എത്തിക്കുക എന്നുള്ളൊരു ഒറ്റ ദൗത്യമാണ് ഈ സാധനം ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ കമ്പനിക്ക് ഉദ്ദേശമുള്ളൂ. അപ്പൊ ഇതുണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം ശബ്ദതരംഗത്തെ വൈദ്യുതി തരംഗമാക്കി അവിടെ എത്തിക്കുക. അതാണ് ഇതിൻ്റെ പണി. സ്തോത്രം. യോഗം കഴിയുമ്പോൾ ആ ചേട്ടനോട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മച്ചി ചോദിക്കുക, ഇതിനകത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. യോഗം കഴിയുമ്പോൾ ചോദിക്കുക, എൻ്റെ പൊന്നു മോനെ അഴ കെട്ടാൻ നല്ല വള്ളിയാ, ഒരെണ്ണം തരാമോ എന്ന് ചോദിച്ചാൽ ഇത് അഴ കെട്ടാൻ ഉണ്ടാക്കിയ സാധനം അല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കെട്ടും പൊട്ടൊക്കെ പറയുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി അഴ കെട്ടും. പക്ഷെ കമ്പനി ഉണ്ടാക്കിയത് അഴ കെട്ടാനല്ല. എന്നതുപോലെ മനുഷ്യനെ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആകാനല്ല. ഇതിനൊരു ഫംഗ്ഷനുണ്ട്. സ്തോത്രം. അതിൻ്റെതായ ഫംഗ്ഷനിൽ ഈ കത്തി നിൽക്കുന്ന ലൈറ്റിനെ ഉണ്ടാക്കിയപ്പോൾ അതിനൊരു ഫംഗ്ഷനുണ്ട്. ഇലക്ട്രിസിറ്റി അങ്ങ് എന്നാൽ ഇത്ര വോൾട്ടിൽ ഇത് കത്തണം. ഈ ക്യാമറയ്ക്കും ഈ കീബോർഡിനും ഇവിടെ ഇരിക്കുന്ന ഉപകരണങ്ങൾക്കും എല്ലാറ്റിനും ഇതിൻ്റെ കമ്പനിക്കൊരു ഫംഗ്ഷൻ മാനുവൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവനവന് ബോധിച്ചതുപോലെ ജീവിച്ചു തീർക്കാനല്ല സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് ഇന്ന് രാത്രി തിരിച്ചറിയ. ഇന്ന് രാത്രിയിലെ മൂന്നാമത്തെ ദൂത് ഞാൻ പറയുക, ഈ രാത്രി നീ എങ്ങനെയെങ്കിലും ജീവിക്കുന്നു, മരിച്ചാ മതി എന്ന് പലവട്ടം കൊതിച്ചെങ്കിൽ ഈ രാത്രി സ്വർഗം എന്നോട് പറയുന്നു, ഞാൻ ഇന്ന് രാത്രി എഴുതി കൊടുത്ത വാക്യങ്ങൾ മാറ്റിവെച്ച് പരിശുദ്ധ ഇതിനകത്ത് ആരെയോ ചേർത്ത് നിർത്തി പറയുന്നു, നീ മരിക്കണ്ട, ആത്മഹത്യക്ക് ശ്രമിക്കണ്ട, നാട് വിട്ടു പോകണ്ട, വസ്തു വിൽക്കാനൊക്കെ വരട്ടെ, നിന്നെ ഫംഗ്ഷനിലാക്കിയാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം ഈ രാത്രി 10,000-കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളെ ഫംഗ്ഷനിലാക്കി അവരിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിൽ ഒരാളായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രസംഗത്തിന് അർത്ഥമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് യേശുവിന്റെ നാമത്തിൽ മടക്കി വെച്ചിരിക്കുന്ന പാത്രം നിവർത്തുന്നത് പോലെ ആത്മാവിന്ന് രാത്രി ചരണ മുമ്പിൽ ചില കാര്യങ്ങൾ നിവർത്തുമ്പോൾ യേശുവിന്റെ നാമത്തിൽ വീടുകളിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും എന്തൊക്കെ ചെയ്താലും നിരാശയുടെ തേനീച്ചക്കൂട് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നൽ കൂട് പോലെ കൂടുകൂട്ടിയിരിക്കുന്ന ചില വിഷയങ്ങളെ ആത്മാവിന്റെ അഗ്നി കൊണ്ട് കത്തിച്ചു കളഞ്ഞിട്ട് സ്വർഗം ഇന്ന് രാത്രികാലം വിടുതലിലേക്ക് നയിക്കാൻ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് നയിക്കാൻ ആത്മാവിന്റെ ചൈതന്യം വ്യാപരിച്ചു നിൽക്കുന്ന ഈ രാത്രിയിൽ എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും, കർത്താവേ ചിലരെ ഫംഗ്ഷനിലാക്കണമെന്ന്. നിങ്ങളുടെ വീട്ടിൽ ചിലരുണ്ട്, ആരോടോ ദൈവം പറയുന്നു, മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ മനുഷ്യത്വമില്ലാതെ എന്തൊക്കെ ചെയ്താലും, നന്ദിയില്ലാതെ എന്തൊക്കെ ചെയ്താലും, സ്നേഹമില്ലാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലിരിക്കുമ്പോൾ ഫംഗ്ഷൻ നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ദൈവത്തിന്റെ വലിയ വിടുതൽ ഈ രാത്രി സംഭവിക്കാൻ പോകുകയാണ്. സ്വർഗം പറയുന്നു, വിശേഷതയുള്ളവനാക്കി മാറ്റിയിട്ട് ഇന്ന് രാത്രി ചിലരെ ഇവിടെ നിന്ന് മടക്കി വിടുകയുള്ളൂ. പ്രാർത്ഥിച്ചിട്ടും ധ്യാനം കൂടിയിട്ടും ഉപവസിച്ചിട്ടും അനേകര് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടും ഇന്ന് രാത്രികാലം ഒരു ഗുണമില്ലാതെ പോയി എന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ അഠരാടി നിൽക്കുന്ന ശക്തിയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്റെ ചോര ഈ രാത്രികാലം ചില കുടുംബങ്ങൾക്ക് ഫലിക്കുകയാണ്. അത് ഈ രാത്രികാലം ഫലിച്ചാൽ സ്വോത്രം ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ഈ രാത്രി ചിലർ ഫംഗ്ഷനിലാകും. നിന്റെ രോഗക്കെട്ടുകൾ അഴിയൂ, നിന്റെ മനസ്സിന്റെ ബന്ധനങ്ങൾ അഴിയൂ, നിന്റെ മൂകത മാറും, നിന്റെ തലമുറയുടെ ബന്ധനം അഴിയോ. എത്ര പരീക്ഷ എഴുതിയാലും ജയിക്കുകയല്ല, എന്തൊക്കെ ഉപദേശിച്ചാലും കേൾക്കുകയല്ല. അടച്ചിട്ട മുറിക്കകത്ത് ഒതുങ്ങിപ്പോയ ചിലതിനെ ഇന്ന് രാത്രി ആ മുറിക്കകത്ത് കയറി ഫംഗ്ഷനിലാക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നു, ഈ നാട്ടിൽ വ്യാപരിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്ന് രാത്രി ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകാതെ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രികാലം വിശേഷത നഷ്ടപ്പെട്ട ചിലതിനെ ഈ രാത്രി ദൈവം പിടിച്ചുയർത്തുകയാണ്. ആരിന്ന് രാത്രി അവസാന രാത്രി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് കിട്ടാൻ പോകുന്ന 3 കാര്യമാണ് സ്വർഗം ഇന്ന് രാത്രി പറഞ്ഞത്. പല വാക്യങ്ങൾ ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ വായിക്കാൻ കർത്തൃദാസന്മാരുടെ കയ്യിൽ കൊടുത്തെങ്കിലും ഇനി ഞാൻ ആ പോയിന്റുകൾ എടുത്ത് പറഞ്ഞ സമയം അതിക്രമിക്കുന്നത് യുക്തിയല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. സ്തോത്രം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ അവസാന രാത്രിയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം, സ്തോത്രം, നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ല, നിങ്ങളെ ചിലരെ ഫങ്ഷനിലാക്കണം. ചിലപ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യോഗത്തിന് വന്നപ്പോഴും സ്തോത്രം ഇതൊന്നും വലിയ കാര്യമല്ലാതെ തിരിച്ചു ചെല്ലുമ്പോൾ ഏത് ലെവലിലാക്കി കാണുന്നതെന്നറിയില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളെ ഫങ്ഷനിലാക്കും. സ്തോത്രം. മാർത്തയോടും മറിയോടും യേശു ചോദിച്ചില്ലേ, അവനെ വെച്ചത് എവിടെ? ഹല്ലേലൂയ. ഒരു ഗുഹയ്ക്കകത്ത് കല്ല് വെച്ചുരുട്ടി അതിനെ അടച്ചു പൂട്ടി റൂമാല് കൊണ്ട് കെട്ടിയതിനെ പുറത്തെടുത്ത് ഫങ്ഷനിലാക്കി പെങ്ങന്മാർക്ക് കൊടുത്ത ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ട്. ആ കർത്താവിനെ അതിരുകടന്ന് വിശ്വസിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഞാൻ പ്രസംഗം നിർത്തി ബാക്കി സമയം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആത്മാവിൽ നിന്ന് രാത്രികാലം ഇവിടെ വന്നിരിക്കുന്ന ജനത്തെ പ്രായഭേദമന്യേ സ്വർഗം ഇന്ന് രാത്രി ഫങ്ഷനിലാക്കൂ. ചിലരെ ലാഭമാക്കൂ, ചിലരെ വിശേഷതയുള്ളവരാക്കൂ. ഒന്നോടെ ആവർത്തിക്കുന്നു, നിങ്ങൾക്കിതേതുമില്ലെങ്കിൽ ഞാൻ സ്തോത്രം ഇവിടെ പ്രസംഗം അവസാനിപ്പിക്കാനല്ല. ഇന്ന് രാത്രി 3 കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ മക്കളിൽ, മരുമക്കളിൽ, കൊച്ചുമക്കളിൽ നിറവേറി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവര് മാത്രമേ രാത്രി ബാക്കിയുള്ള സമയം അന്തരീക്ഷത്തെ മാറ്റി ആത്മ നിറവോടെ എങ്ങനെ കൃപ ലഭിച്ചവർ സ്തോത്രം ചെയ്യും, അതുപോലെ സ്തുതിച്ചു. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ആർക്കും വേണ്ടാത്തവർ, വീട്ടുകാർക്ക് വേണ്ടാത്തവർ ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇടപെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വാഹന മൃഗത്തിൽ നിന്ന് താഴെ വീണ ശൗലിനെ യൂദയുടെ വീട്ടിൽ കയറ്റി ഇരുത്തി അടച്ചിട്ട മുറിക്കകത്ത് 3 ദിവസം സ്തോത്രം എല്ലാ ഫംഗ്ഷനും തീർന്നു. ചോരത്തളപ്പുള്ള ചെറുപ്പക്കാര്, സ്തോത്രം, മഹാപുരോഹിതന്മാരുടെ കൈയാളായിരുന്നവർ, അധികാര പത്രം ഉണ്ടായിരുന്നവർ, സ്തോത്രം, ബെന്യാമീൻ ഗോത്രത്തിലെ ചെന്നായി എന്നറിയപ്പെട്ടവൻ, അവൻ 3 ദിവസമായി അടച്ചിട്ട മുറിയിൽ ഒതുങ്ങിപ്പോയി. എന്റെ കർത്താവ് അനന്യാസിനെ പറഞ്ഞയച്ച് അവന്റെ തലേ കൈവെക്കുമ്പോൾ അവൻ ഫംഗ്ഷനിലായി. ഇന്ന് രാത്രികാലം ഒതുങ്ങിപ്പോയ ചിലരെ എത്ര പേര് കേൾക്കുന്നുണ്ട്? എത്ര പേര് കേൾക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ആരൊക്കെയോ കൂടി ഒതുക്കി കളഞ്ഞ ചിലരെ, ഒതുക്കി വെച്ചിരിക്കുന്ന ചിലരെ യേശുവിന്റെ നാമത്തിൽ കൈവച്ച് ഫംഗ്ഷനിലാക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാപിച്ചുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്? അവർ ഈ രാത്രികാലം ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങ. ചേർന്ന് സ്വോത്രം ചെയ്യ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ മനസ്സുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവസന്നിധിയിൽ ഈ രാത്രികാലം ആത്മാവിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരും ഈ ഗ്രൗണ്ട് വിട്ട് പോകരുത്. സ്വോത്രം അങ്ങനെ ദൂരെ ഇരിക്കുകയോ ചെയ്യുന്നവർ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ പോലും ദൈവം ഇടപെടുന്ന നിമിഷങ്ങളാണിത്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ നിങ്ങളുടെ ഭവനത്തിലാണെങ്കിലും വഴിയോരത്തിലാണെങ്കിലും ഈ ഗ്രൗണ്ടിലാണെങ്കിലും എവിടാണെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം പറയുന്നു, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ സ്വർഗം ഇന്ന് രാത്രി ഒരു വാക്ക് പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്. ശൗലിനെ, നമ്മുടെ പൗലോസിനെ യൂദയുടെ വീട്ടിൽ അടച്ചു വെച്ചപ്പോൾ അവന്റെ അടുക്കൽ ചെന്ന് കൈവച്ച് അവനെ ഫംഗ്ഷനിലാക്കിയ ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലൂടെ നടക്കുന്നുണ്ട്.